കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളെ അങ്ങനെ സച്ചിനെ കുറിച്ചുള്ള ആ വലിയ സത്യമൊക്കെ രവീന്ദ്രൻ അറിയുവാണ്. തന്റെ മോൻ എത്ര നല്ലവനാണ്, അവൻ എത്ര നന്മയാണ് ചെയ്തിരിക്കുന്നത്, എന്നിട്ട് താൻ അവനെ തെറ്റിദ്ധരിച്ചല്ലോ എന്നൊരു കുറ്റബോധമൊക്കെ രവീന്ദ്രന്റെ ഉള്ളിൽ ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ രേവതിയുടെ വീട്ടിൽ ചെന്നിട്ട് സച്ചി ആ മാലയൊക്കെ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ കല്യാണത്തിന് ശേഷം ലക്ഷ്മിയമ്മ കൊടുത്ത മാലയാണ്. ആ മാല എങ്ങനെ തിരിച്ചു കൊടുക്കുന്നതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സച്ചി അങ്ങനെ പണയം എടുക്കുന്നിടത്ത് പോയി പണയമൊക്കെ എടുക്കുകയാണ്. ആ മാല തനിക്കൊരു കുരിശാന്ന് മനസ്സിലാക്കാൻ സച്ചി എന്ത് ചെയ്യണം, നേരെ അതുമായിട്ട് രേവതിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പൊ അത് കൈ വെച്ചോണ്ട് നടക്കാൻ തനിക്ക് അർഹതയില്ല. ഈ മാലയുടെ പേരില ഇത്രമാത്രം കോലാഹലങ്ങളൊക്കെ ഉണ്ടായേക്കുന്നേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുത്തിട്ട് തന്റെ ഭാഗം ഒന്ന് ക്ലീൻ ആക്കണം. അതിനു വേണ്ടിയിട്ട് സച്ചി അങ്ങോട്ട് ചെല്ലുക. ചെന്ന് കഴിഞ്ഞപ്പോ ലക്ഷ്മി അമ്മ പറഞ്ഞു, മോനെ കയറി ഇരിക്കാനൊക്കെ പറയുന്നുണ്ട്. പക്ഷെ സച്ചി എന്ത് ചെയ്യുവാണ്, സച്ചി അവര് പറയുന്നൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അതെ, ഞാൻ ഇരിക്കാൻ വന്നൊന്നുമല്ല, ഒരു മുതലുണ്ട്, ആ തിരിച്ചു തന്നിട്ട് പോകാൻ വന്നാന്ന് പറയാം. അല്ല, എന്തു മുതലാ മോനെ? അല്ല, എനിക്ക് തന്നില്ലായിരുന്നോ? നിർബന്ധിച്ചു തന്നല്ലേ, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ലോ. പക്ഷെ ഇതിന്റെ പേരിൽ എന്തൊക്കെ വഴക്കുകൾ ഉണ്ടായെന്നറിയാവോ? ഇതൊന്നും കൊണ്ടുപോയി ഞാൻ പണയം വെച്ചുപോയി. അതിന്റെ പേരിൽ ഇനിയിപ്പൊ എന്നെ പറയാനില്ല. എന്തിനേറെ പറയുന്നു, നടുറോട്ടിലിട്ട് പോലും എന്നെ ചീത്ത പറഞ്ഞു പറയാം. ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിങ്ങളുടെ മോൾക്ക്? ഞാൻ പറഞ്ഞ അവളോട് ഒരു കാര്യത്തിന് വേണ്ടാന്ന്. പക്ഷെ ഞാനിത് പണയം വെച്ചുകൊണ്ട് കുടിക്കാനെന്നും പറഞ്ഞുകൊണ്ട് എന്നെ ചീത്ത പറഞ്ഞ് അതിന്റെ വല്ല ആവശ്യമൊക്കെ ഉണ്ടായിരുന്നോ? അതുകൊണ്ട് എനിക്ക് ഈ മുതൽ വേണ്ടാന്ന് പറയാം. മോനെ അങ്ങനെ പറയരുത്. അവൾ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞോർത്തോണ്ട് മോൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കൊള്ളാവോ? ദേ, മോന് ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങി തന്നതല്ലേ അത്. വേണ്ട, എനിക്കിത് ഇനി കഴുത്തേലിടാൻ പറ്റുമല്ല. ഇതെന്റെ കഴുത്തേലിട്ട എന്റെ കഴുത്തിൽ ഒരു പാമ്പ് ചുറ്റിയ പോലെ ഒരു അവസ്ഥയാ. ഇപ്പോഴാ എന്റെ ഒരു ഭാരം അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടിയെന്ന് പറയാം. മോനെ, അവൾ എന്തേലും പൊട്ടത്തരം പറഞ്ഞോർത്ത് ഇങ്ങനെയാ, അവളുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാ. മോന് തന്ന അമ്മയല്ലേ, അമ്മ പറയുന്നത് അനുസരിക്കാൻ പറയണേ. വേണ്ടമ്മേ, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. ദേ, ഇന്ന് ഇത് വെച്ചോ ദേവു എന്ന് പറഞ്ഞ് ദേവുവിന്റെ കൈ ഇങ്ങോട്ട് ബലമായിട്ട് വാങ്ങിച്ച് ആ കയ്യിലേക്ക് ആ മാല അങ്ങ് വെച്ചു കൊടുക്കുകയാണ്. എനിക്കിതിനി വേണ്ട കേട്ടോ, നിർബന്ധിച്ചോണ്ട് അന്ന് ഞാൻ വാങ്ങിച്ചു തന്നെ എന്നും പറഞ്ഞിട്ട് സച്ചി എന്ത് ചെയ്യുവാണ്, അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ വല്ലാത്ത വിഷമമായിപ്പോയി ലക്ഷ്മി അമ്മയ്ക്ക്. ദേവുവിനോട് പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞ ഞാൻ അവളോട് ഇതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന്. അവള് വെറുതെ ചാടി കടിക്കാൻ ചെന്നു. അവൻ എത്ര നല്ലവനാന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ, പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ നന്മ മനസ്സിലാക്കാനായിട്ട് ഇതുവരെയായിട്ട് അവൾക്ക് സാധിച്ചിട്ടില്ല. ഇനി എന്നാണാവോ എന്നൊക്കെ പറയട്ടെ. ദേവ് പറഞ്ഞു, ചേച്ചിക്കൊരു അബദ്ധം പറ്റിയതല്ലമ്മേ, ഇതാണ് അബദ്ധം. നമ്മൾ എത്രമാത്രം പറഞ്ഞു നോക്കി അവളോട്, ഒരിക്കലും അങ്ങനെ സച്ചി ചെയ്യില്ലാന്ന്. പക്ഷെ അവൾ അതൊക്കെ വിശ്വസിച്ചോ? അതെങ്ങനെയാ? അപ്പൊ അവളുടെ തന്റേടം അല്ലായിരുന്നു അവൾക്ക് മുഖ്യമൊന്നും പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുക. ലക്ഷ്മിയമ്മയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. പിന്നീട് രേവതിനെ അങ്ങോട്ട് വിളിക്കുകയാണ്. രേവതിനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഇപ്പൊ നിനക്ക് സമാധാനമല്ലോ അല്ലെന്ന് ചോദിക്കുകയാണ്. എന്താമ്മേ? അല്ല, സച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, മാല ഇവിടെ കൊണ്ട് തന്നിട്ട് പോയി. നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞല്ലേ ഇതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന്. അപ്പൊ നീ എന്തൊക്കെയാ പറഞ്ഞ? സച്ചിയുമായിട്ട് പോയി വഴക്കുണ്ടാക്കി. നിന്നോട് ഞാൻ പറയുന്ന എന്തെങ്കിലും നീ അനുസരിക്കുവോ? അപ്പൊ എല്ലാരും കൂടെ കൂടി നിന്റെ തലയിലേക്ക് സച്ചിനെ കെട്ടിവെച്ചാന്നും പറഞ്ഞോണ്ടല്ലേ നീ ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്നേ. ഇപ്പൊ നിനക്ക് സമാധാനമായല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ഫോൺ വെക്കുവാണ്. ദൈവമേ, പാവം അമ്മ. അമ്മ തന്നോട് കുറെ പറഞ്ഞ, താനാ പക്ഷെ സച്ചിയുടെ നന്മ മനസ്സിലാക്കാതിരുന്നേ എന്നൊക്കെ രേവതി മനസ്സിൽ കരുതുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന സച്ചി വീട്ടിലേക്ക് വരുമായിരുന്നു. സച്ചി വീട്ടിലേക്ക് വന്ന സമയത്താണെങ്കിൽ ആകെപ്പാട് ടെൻഷനായിപ്പോയി രേവതിക്ക്. കാരണം ഇനിയിപ്പൊ സച്ചിയോട് എന്താ, സച്ചിയുടെ മുഖത്ത് നോക്കാൻ തന്നെ ഒരു നാണക്കേടായിപ്പോയി. ഒരു തെറ്റും ചെയ്യാതെ പാപത്തിനെ ക്രൂശിച്ചുകൊണ്ടിരുന്നേ, അതിന്റെ ഒരു ആവശ്യമില്ലായിരുന്നു. കഷ്ടമുണ്ടെന്നൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നീട് സച്ചി മുറിയിലേക്ക് കയറി വന്നപ്പോ തന്നെ രേവതി മാലയുടെ കാര്യം പറയുമ്പോ സച്ചി പറഞ്ഞു, മാലയുടെ കാര്യം ഒരു അക്ഷരം പോലും ഇവിടെ മിണ്ടിപ്പോയേക്കരുത്. ആ മാല കാരണം എന്തൊക്കെ പുകിലുകൾ ഉണ്ടായേക്കെന്നറിയാവോ? മാല ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടേ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുമെന്ന് പറയാണ്. രേവതി പറഞ്ഞ്, എന്നോട് ക്ഷമിക്ക്, എനിക്കൊരു അറിവില്ലായ്മ പറ്റിയതെന്ന് പറയും. എന്തറിവില്ലായ്മ നിനക്ക് പറ്റിയത്? ഞാനിന്ന് അശോകേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. അശോകേട്ടനല്ല, അശോകനങ്ങളിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അശോകനങ്ങൾ എന്നോട് സത്യങ്ങളൊക്കെ പറഞ്ഞത്. അവരുടെ ആന്റി രക്ഷപ്പെടാൻ കാരണം സച്ചിയാന്നുള്ള കാര്യം അന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറയാം. ഓ, ഇപ്പോഴെങ്കിലും നീ അറിഞ്ഞല്ലോ. നീ എന്താ പറഞ്ഞേ? ഞാൻ അതെല്ലാം കൂടെ പണയം വെച്ച് കള്ളു കുടിച്ചെന്നല്ലേ പറഞ്ഞേ. ഇപ്പൊ നിനക്ക് സമാധാനമല്ലോ. ഇനി ഇവിടെ കിടന്ന് അലറണ്ട. എന്റെ അച്ഛനെങ്ങാനും അറിയണ്ട. പാവം എന്റെ അച്ഛൻ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട വല്ലാത്ത സങ്കടമായിപ്പോ. അതുകൊണ്ടാണ് ഞാനിത് ആരോടും അറിയില്ലെന്ന് പറഞ്ഞത്. അങ്കിള് നിന്നെ കണ്ടും പറഞ്ഞില്ലേ, ഞാൻ അങ്കിളിനോട് പ്രത്യേകം പറഞ്ഞതാ ആരോടും പറയരുതെന്ന്. നീ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ദൈവത്തെ ഓർത്ത് എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്റെ അച്ഛൻ ഇതൊരു കാരണവശാലും അറിയരുതെന്ന് പറയാണ്.
രേവതിക്കാണെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാനും വല്ലാത്തൊരു ടെൻഷനായിരുന്നു. പിന്നീട് സച്ചിക്ക് ഒരു ഓട്ടം വന്നു. ആ സച്ചി അപ്പൊ തന്നെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. രേവതിക്ക് വല്ലാത്ത വിഷമമായിപ്പോയി. സച്ചി ഈ രാത്രി ഇവിടെ കിടന്ന് ഉറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് സമയം സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. സച്ചിയുടെ മനസ്സിലെ ആ ഒരു ടെൻഷൻ ഒന്ന് മാറ്റണം, അതൊക്കെയായിരുന്നു രേവതിയുടെ ഉള്ളിലെ ആഗ്രഹം. പക്ഷെ രേവതിയുടെ മൈൻഡ് പോലും ചെയ്യാതെ സച്ചി ഇറങ്ങിപ്പോയത്. എങ്ങനെ മൈൻഡ് ചെയ്യും? കാരണം അമ്മാതിരി പ്രകടനങ്ങളൊക്കെ ആയിരുന്നു തലേദിവസം കാഴ്ചവെച്ചേ. എല്ലാവരും അയൽക്കാരൊക്കെ കേട്ട് ഇരിക്കുമ്പോഴല്ലായിരുന്നോ മാല കൊണ്ടേ പണയം വെച്ച് കുടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്നേ. അത് സച്ചിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേദനാജനകമായിരുന്നു. ഇതുവരെയായിട്ടും സച്ചി ആരുടെ മുന്നിൽ അഭിമാനം പണയം വെച്ചിട്ടില്ല. അപ്പൊ കൂട്ടുകാരൊക്കെ പറയുകയും ചെയ്താ, എടാ ആരുടെ എന്ത് മേടിച്ചു വെച്ചെന്ന് പറഞ്ഞാലും ഭാര്യ വീട്ടിൽ തന്ന ഒരു മുതലാണെങ്കിൽ ഒരു കാരണവശാലും അത് കൊണ്ടേ പണയം വെക്കരുത്, നാളെ നിനക്ക് തലയ്ക്ക് നട്ടപ്പുറം വരത്തുള്ളെന്ന്. പക്ഷെ അതൊന്നും കേൾക്കാതെ സച്ചി കൊണ്ടേ പണയം വെച്ച് അതിനുള്ള കൂലി തനിക്ക് കിട്ടുകയും ചെയ്തു. അതൊക്കെ ഓർത്തിട്ട് സച്ചിക്ക് ഭയങ്കര സമാധാനക്കേടായിരുന്നു. പിന്നീട് സച്ചി അങ്ങോട്ട് ഇറങ്ങിപ്പോവാണ്. രേവതിക്ക് സങ്കടമായിപ്പോയി. പിന്നീട് എന്ത് ചെയ്യുവാണ്, രവീന്ദ്രൻ വരുന്നുണ്ട്. രവീന്ദ്രനോട് പിന്നെ രേവതി സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ വല്ലാത്തൊരു സങ്കടമായിപ്പോയി. തന്റെ മോനെ താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, ഒരു നിമിഷത്തേക്കെങ്കിലും അവനെ സംശയിച്ചു പോയല്ലോ. ഇത്രയും കാലം അവനെ ഒരിക്കൽ പോലും സംശയിച്ചിട്ടില്ല. അവൻ എന്ത് കാണിച്ചെന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്തൊരു നന്മയുണ്ടെന്ന് താൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് രേവതി പറഞ്ഞ അച്ഛനെ എന്നോട് ക്ഷമിക്കണം കേട്ടോ, എന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതെന്ന് പറഞ്ഞ് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് രവീന്ദ്രനോട്. രവീന്ദ്രൻ പറഞ്ഞു, പോട്ടെ മോളെ, നിനക്ക് അറിവില്ലായ്മ കൊണ്ട് പറ്റിയതല്ലേ, നീ അതൊന്നും കാര്യമാക്കണം എന്നൊക്കെ പറയാണ്. പിന്നീട് രാത്രി സച്ചി വീട്ടിലേക്ക് വന്നില്ല. രവീന്ദ്രൻ കുറെ സമയം നോക്കിയിരുന്നു സച്ചി വരുവോ എന്നൊക്കെ നോക്കിയിരുന്നു. പക്ഷെ രാത്രി വന്നില്ല. ഓട്ടം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഓട്ടത്തിന് പുറകെ പോയതുകൊണ്ട് നേരം വെളുക്കാറായപ്പോഴാണ് സച്ചി വന്നേ. അതുകൊണ്ട് ഇനിയിപ്പം വീട്ടിലുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് സച്ചി കരുതി. ഇനി എന്നത്തെ പോലെ രാത്രി വന്ന് കഥയെ മുട്ടി ഇനിയിപ്പോ അച്ഛൻ വന്ന് വാതിൽ ഉറക്കണം, അല്ലെ അവരാരും വരണം. അതൊക്കെ അവരെ സംബന്ധിച്ച് നല്ല ഉറക്കത്തിന്റെ സമയല്ലേ, വെറുതെ എന്തിനാ മനുഷ്യനെ മെനക്കെടുത്തുന്നേ. അതുകൊണ്ട് സച്ചി എന്ത് ചെയ്യണം, കാറിനകത്ത് തന്നെ കിടന്നുറങ്ങുക. പതിവിലും പോലെ തന്നെ രവീന്ദ്രൻ രാവിലെ എഴുന്നേറ്റു. രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുന്ന സമയത്താണ് സച്ചി കാറി കിടന്ന് ഉറങ്ങുന്നതട്ടെ. കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെയായിരുന്നു. രവീന്ദ്രൻ സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു. രവീന്ദ്രൻ കൂടി ചെല്ലുവേട ഒന്ന് സച്ചിനെ വിളിക്കുക. സച്ചിൻ, നീ എന്താടാ അകത്തേക്ക് കയറി വരാത്തെന്ന് ചോദിക്കുക. എന്തിനാ അച്ഛാ? അച്ഛനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് കരുതിയ, ഇതൊക്കെ വല്ലതും ബുദ്ധിമുട്ടാണോ? വരാൻ വരായിരുന്നു മോനെ, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു കേട്ടോ, എന്നോട് ക്ഷമിക്കുക. ഞാൻ നിന്റെ മനസ്സ് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നോട് രേവതി കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയാ. അത് കേട്ടോ സച്ചിക്ക് വല്ലാത്തൊരു ടെൻഷനായി പോയി. അച്ഛാ എനിക്ക് മനസ്സിലായടാ, ആരൊക്കെ വിഷമിച്ചാലും ഞാൻ വിഷമിക്കില്ല നീ കരുതുന്നുണ്ട്, എനിക്കറിയാം. നിന്റെ മനസ്സാണ് ഞാൻ മനസ്സിലാക്കാതെ പോയത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കരുതി ഒരിക്കലും ഞാൻ നിന്നെ അവിശ്വസിക്കില്ലായിരുന്നു. എന്നോട് ക്ഷമിക്കണം മോനെ, ഇനി ഒരിക്കലും ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ, പറയത്തു പോലില്ല. എൻ്റെ മോന്റെ നന്മ ആരൊക്കെ പറഞ്ഞാലും എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുവാണ് രവീന്ദ്രൻ. അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് രാവിലെ തന്നെ വരാട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.